രാജസ്ഥാനിൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെച്ചിരുന്ന പ്രതീക്ഷ ചെറുതായിരുന്നില്ല. 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു രാജസ്ഥാൻ. ആ രാജസ്ഥാനിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുമായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി കോൺഗ്രസ് അവിടെ വലിയ പരാജയം ഏറ്റുവാങ്ങി. അന്ന് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള വാക്പോരുകളും തർക്കങ്ങളുമൊക്കെ താഴെത്തട്ടിലെ കോൺഗ്രസ്സുകാരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയായി മാറിയതെന്നും വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ അതേ അശോക് ഗെഹ്ലോട്ടിന് ദേശീയ തലത്തിൽ നിന്നും ഒരു താക്കീത് ലഭിച്ചിരിക്കുകയാണ്. അതായത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി രാജസ്ഥാനിൽ നിന്ന് വിജയിച്ചു വരണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. അതിന് യാതൊരു തരത്തിലുള്ള ഭംഗവും ഉണ്ടാകുവാൻ കോൺഗ്രസ് സമ്മതിക്കില്ല, കോൺഗ്രസിന്റെ നേതൃത്വം സമ്മതിക്കില്ല, അതുണ്ടാകാനും പാടില്ല. അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ വിജയത്തിന് വഴിതെളിക്കുവാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം വിജയത്തിന് വഴിതെളിക്കുവാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. അതിൽ പ്രതീക്ഷയുമുണ്ട് അവർക്ക്. അതായത് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളെങ്കിലും കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത് 20 സീറ്റെങ്കിലും വിജയിക്കണം എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിന് മാറ്റുകൂട്ടുന്ന തരത്തിലേക്കുള്ള രീതികളും രാജസ്ഥാനിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളും തമ്മിലടിയും ഒക്കെ ഒതുങ്ങി. കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലുള്ള ഒരു തമ്മിലടി. അധികാരം പോയപ്പോൾ തമ്മിലടിയും പോയെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നേതാക്കന്മാരും അവരുടെ അണികൾക്ക് ഇത്ര സീറ്റുകൾ വെച്ച് കൊടുത്തിരുന്നു കോൺഗ്രസിൽ. അതിൽ അശോക് ഗെഹ്ലോട്ട് തന്റെ 40 MLA സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകി. അതിൽ ആകെ ജയിച്ചതോ 4 പേര്. അതായത് 36ഓളം ബഹുഭൂരിപക്ഷം വരുന്ന MLA സ്ഥാനാർത്ഥികളും, അതായത് അശോക് ഗെഹ്ലോട്ടിന്റെ MLA സ്ഥാനാർത്ഥികളും തോറ്റുപോയി. അതുകൊണ്ട് തന്നെ വിജയിക്കണമെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് വിജയിക്കണമെന്ന് ഉറപ്പിച്ച് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനിറങ്ങുന്ന കോൺഗ്രസ് അശോക് ഗെഹ്ലോട്ടിനോട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടരുത് എന്ന് കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇടപെട്ടത് കൊണ്ടാണ് 36 MLA സ്ഥാനാർത്ഥികൾ തോറ്റുപോയതും കേവലം 4 പേര് മാത്രം വിജയിച്ചതും എന്ന വാർത്ത ദേശീയ തലത്തിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്ര ശക്തമായൊരു താക്കീത് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നതും. അതുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിന്റെ ഇടപെടലുകൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. പകരം ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള MLA-മാരെ ചിലപ്പോൾ MP-മാരായി പരിഗണിച്ചേക്കാം. കൂടാതെ നിലവിൽ തങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായ ഇടമുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന MP-മാർക്ക് അടുത്ത ഒരു തവണ കൂടി അവസരം കൊടുക്കുവാനും, കൂടാതെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി സ്ഥാനാർത്ഥി പട്ടിക എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരുവാനുമാണ് രാജസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാജസ്ഥാന്റെ സംഘടനാ ചുമതലയുള്ള സുഖ്ജീന്ദർ സിംഗ് രഥ്വയാണ് ഇത്തരത്തിലൊരു നിലപാടുമായി മുൻപോട്ടെത്തിയിരിക്കുന്നത്. അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ അടിവേര് വരെ ഇളകി ദ്രവിച്ചു പോയ, നിയമസഭയിൽ തോറ്റു തുന്നം പാടിയ കോൺഗ്രസ് എന്തു വില കൊടുത്തും ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്, അതായത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ AICCയുടെ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെ നേതൃത്വം നൽകുന്ന ഇന്ത്യ എന്ന മഹാസഖ്യത്തിന് കരുത്തു പകരുവാൻ കുറഞ്ഞത് 20 സീറ്റുകളെങ്കിലും രാജസ്ഥാനിൽ നിന്ന് വിജയിച്ച് സംഭാവന ചെയ്യണമെന്നാണ് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ തീരുമാനം. അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നടക്കണമെന്ന് സംഘടനാ ചുമതലയുള്ള സുഖ്ജീന്ദർ സിംഗ് രഥ്വയും പറയുന്നുണ്ട്. അദ്ദേഹത്തോട് വരാൻ പോകുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലത്തെ ചെറുപ്പക്കാരായ MLA-മാരെ മത്സരിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചില്ലേ BJP എന്ന് മറുചോദ്യം ചോദിച്ചു അദ്ദേഹം. അതുകൊണ്ട് വേണ്ടി വന്നാൽ കരുത്തരായ MLA-മാരെ MP-മാരായി പരിഗണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രാജസ്ഥാൻ പിടിക്കാൻ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഏത് തരത്തിലുള്ള നടപടികളും തന്ത്രങ്ങളും പയറ്റുവാനും തയ്യാറാണ്. ശക്തമായ മറുപടിക്കായി സംഘടനാ ചുമതലയുള്ള സുഖ്ജീന്ദർ സിംഗ് രഥ്വയും തയ്യാറാണ്. ഇനി പോരാട്ടം ഏത് തരത്തിൽ പോകുമെന്ന് നോക്കണം. പോരാട്ടം മുറുകി കോൺഗ്രസ് വിജയിക്കുമെന്ന് തോന്നുമ്പോൾ സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലടിക്കുമോ എന്നും കാണേണ്ടതായുണ്ട്.
എന്തായാലും ഇത്തവണ രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നിയമസഭയിലെ പോലെ അത്ര സുഗമമായിരിക്കില്ല എന്നത് തീർച്ചയാണ്.